അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. രാജാതിരാജൻ, ലോർഡ് ഓഫ് ലോർഡ്, കിങ് ഓഫ് കിങ്സ്, ജീസസ് ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ, വചനം ജഡമായി യേശു മനുഷ്യരൂപത്തിൽ അവതരിച്ചപ്പോൾ, താൻ ജന്മം കൊള്ളാൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് വെറും ഒരു കാലി തൊഴുത്താണ്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, മറിയാമിന് പ്രസവിക്കാനുള്ള സമയമായപ്പോഴത്തേക്കിനും അവർക്ക് സത്രങ്ങളൊന്നും കിട്ടിയില്ല. താമസിക്കാൻ വേണ്ടി അവർക്ക് സത്രങ്ങളൊന്നും കിട്ടാഞ്ഞതുകൊണ്ട് യേശു ജനിച്ച് അവർ യേശുവിനെ എന്താ പറയുക, എടുത്തു വെക്കുന്നത് പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്ന പുൽത്തൊട്ടിയിലാണ്. നമ്മൾ പുൽക്കൂട് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പുൽക്കൂടുകളൊക്കെ വളരെയധികം അലങ്കരിച്ച പുൽക്കൂടുകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും യേശുവിനെ എവിടെയാണ് അവർ കിടത്തിയത് എന്നുള്ളത്. യേശുവിന് അത്യുന്നതന് ജഡം ധരിച്ചു വന്നപ്പോൾ താൻ ജനിക്കാൻ വേണ്ടി അവന് വേണമെങ്കിൽ വലിയ മന്ദിരം തന്നെ ഒരുക്കാമായിരുന്നു, കെട്ടിടം ഒരുക്കാമായിരുന്നു, കൊട്ടാരം ഒരുക്കാമായിരുന്നു, ദേവാലയം തന്നെ ഒരുക്കാമായിരുന്നു. കാരണം അവൻ ദൈവം തന്നെയാണ്. പക്ഷേ ഇതൊന്നുമല്ലാതെ വെറും ഒരു കാലിത്തൊഴുത്തിൽ തെരഞ്ഞെടുത്തതിനെ പലരും നോക്കിക്കാണുന്നത് ദൈവത്തിൻ്റെ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ഹംബിൾ നേച്ചറിനെയാണ്. പക്ഷേ ശരിക്കും വെറും ഹംബിൾ നേച്ചർ അല്ലെങ്കിൽ സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടി ആയിരിക്കുമോ യേശു പുൽക്കൂട് അല്ലെങ്കിൽ കാലിത്തൊഴുത്ത് തെരഞ്ഞെടുത്തത്? ബൈബിളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുമെങ്കിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ പിറകിൽ വലിയ സ്പിരിച്വൽ മീനിങ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു മെസ്സേജിൽ കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, യേശു എന്തുകൊണ്ട് കാലിത്തൊഴുത്തിൽ ജനിച്ചു, കാലിത്തൊഴുത്ത് എന്തുകൊണ്ട് യേശുവിന് ജനനം കൊള്ളാനുള്ള ഒരു സ്ഥലമായി മാറിയെന്നത്. കാലിത്തൊഴുത്തിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇതിനുള്ള ഉത്തരം കിട്ടും. നമ്മളൊരു കാലിത്തൊഴുത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു തൊഴുത്തിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് അതിൻ്റെ ഒരു വലിയ നാറ്റം തന്നെയാണ്. വലിയ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലമാണ് കാലിത്തൊഴുത്ത്. നമ്മളിപ്പോൾ വേറൊരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വീടൊക്കെ കാണാൻ നമ്മളെല്ലാവരും വളരെയധികം താല്പര്യപ്പെടും. പക്ഷേ ആരുടെയും കാലിത്തൊഴുത്ത് നമ്മൾ ആരും പോയി നോക്കാറില്ല. കാരണം ആ കാലിത്തൊഴുത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഏറ്റവും മലിനമായ ആ ഒരു സ്ഥലമാണ് കാലിത്തൊഴുത്ത്. ആ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചത്. ഇതിൻ്റെ മുമ്പിലത്തെ ആ ഒരു മെസ്സേജ് നിങ്ങളെല്ലാവരും കേൾക്കുക, കേൾക്കാത്തവർ കേൾക്കുക. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പഴയ നിയമത്തിലെ ദൈവം വസിച്ചത് മന്ദിരങ്ങളിലാണ്, കൂടാരങ്ങളിലാണ്, ദേവാലയത്തിലാണ്, കെട്ടിടത്തിലാണ്, ജനങ്ങളുടെ നടുവിലാണ്, ജനങ്ങളുടെ ഇടയിലാണ്. പക്ഷേ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പുതിയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ അതേ അപ്പച്ചൻ, അതേ സെയിം അപ്പച്ചൻ വസിക്കാൻ ആഗ്രഹിച്ചത്, വസിക്കാൻ തീരുമാനിച്ചത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. ചലിക്കുന്ന, ജീവൻ തുടിക്കുന്ന, ജീവനുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. ഈ മനുഷ്യരുടെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും. നമ്മുടെയൊക്കെ ഹൃദയം തന്നെ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇത്ര ദുർഗന്ധം വഹിക്കുന്ന, ഇത്ര മലിനമായ, മ്ലേച്ഛമായ, പുഴുക്കുത്തേറ്റ അവസ്ഥ തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെക്കാട്ടിലും വളരെയധികം മെനയുള്ള സ്ഥലം തന്നെയായിരിക്കും കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ. ഇതുകൊണ്ട് തന്നെയാണ് ദൈവം യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചത്. കാരണം അവൻ വസിക്കാൻ പോകുന്നത് ഇതിനെക്കാട്ടിലും മലിനമായ സ്ഥലങ്ങളിലാണ് എന്നത് കാണിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ തുടക്കം തന്നെ അവൻ ഈ ഭൂമിയിൽ ജനിച്ച് വീണത് മലിനമായ ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്താണ്. ആ ഒരു കാലിത്തൊഴുത്തിന് മേന്മ വന്നത് യേശു വന്ന് കിടന്നത് കൊണ്ട് തന്നെയാണ്. ഇതേ മാറ്റം തന്നെയാണ് യേശു നമ്മളിൽ നിന്നൊക്കെയും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് പാപങ്ങളും കുറ്റബോധങ്ങളും എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾക്ക് തന്നെ അറിയാം. നമ്മൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഇനി ഒരു പക്ഷേ നമ്മൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളുമാണ് ദൈവത്തിന് അറിയാവുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഈ ഒരു ദുർഗന്ധം നിറഞ്ഞ മനസ്സിലേക്ക് ഈ ഒരു ക്രിസ്മസ് കാലത്ത് മാത്രമല്ല എന്നും ദൈവത്തിൻ്റെ ആ ഒരു നല്ല സഹവാസത്തോടു കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തെ, യേശുവിനെ എതിരേൽക്കാൻ നമ്മൾക്കെല്ലാവർക്കും കഴിയട്ടെ.
So come fall in love with Jesus and fall in love with the word of God.